നമ്മുടെ ജീവിതത്തിൽ പലരെയും ഉപദേശിച്ച് നന്നാക്കാൻ കഴിയുമെന്ന് നാം വിചാരിക്കുന്നു, ഇല്ലേ? മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുന്നു, അധ്യാപകർ കുട്ടികളെ ഉപദേശിക്കുന്നു, ജീവിത പങ്കാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നു. പക്ഷെ ഈ ഉപദേശം കൊണ്ട് എല്ലാവരും നന്നാവുന്നുണ്ടോ? അങ്ങനെ നന്നാവുമായിരുന്നെങ്കിൽ എന്നേ നന്നാവുമായിരുന്നേനെ. ഈ ലോകം മുഴുവനും മാറി മറിഞ്ഞേനെ. ഇന്നത്തെ ജനറേഷൻ ഉപദേശം ഒട്ടും ആഗ്രഹിക്കുന്നവരല്ല, അത് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നവരല്ല. പിന്നെ അവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? അവരാഗ്രഹിക്കുന്നത് ഫ്രീഡം, സ്വാതന്ത്ര്യം, എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കാനും സ്വാതന്ത്ര്യത്തോടെ ഓടി നടക്കാനൊക്കെ ആണ് അവരാഗ്രഹിക്കുന്നത്. അപ്പൊ അവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? അവരെ നമ്മോട് ചേർത്ത് നിർത്തണമെങ്കിൽ സ്നേഹിക്കണം. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ശരിയല്ലേ? അങ്ങനെയല്ലേ വചനം പോലും പറയുന്നേ? നിങ്ങൾ ഇതൊക്കെ ഓർക്കാറില്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാതാപിതാക്കളെ എല്ലാത്തിനും മക്കൾക്ക് നിയന്ത്രണം വെക്കാതെ നിന്നോട് കൂടെ ഞാനുണ്ട് എന്നൊന്ന് ചിന്ത കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ എങ്ങനെയാ സ്നേഹിക്കുക എന്ന് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊരു ചിന്ത മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുക. അതുപോലെ അധ്യാപകരെ, ഏറ്റവും പ്രശ്നക്കാരായ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കുക. നിന്റെ ഒപ്പം ഞാനുണ്ട് എന്നൊരു ചിന്ത കൊടുക്കുക. അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ കേൾക്കുക. അവരോടൊപ്പം ആയിരിക്കാൻ സമയം കണ്ടെത്തുക. അതുപോലെ ജീവിത പങ്കാളികൾ പരസ്പരം കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്താതെ അവരുടെ നന്മകൾ പറയാൻ ശ്രമിക്കുക. അവരെ ചേർത്ത് നിർത്തുക. പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. ഇത് തന്നെയല്ലേ വചനവും നമ്മോട് പറയുന്നേ? സ്നേഹം ദീർഘക്ഷമയും ധേയമുള്ളതാണ്. സ്നേഹം അഹങ്കരിക്കുന്നില്ല. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, അത് സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ദീർഘക്ഷമയും ധേയമുള്ളതാണ്. അത് ഒരിക്കലും മാറ്റം വരില്ല. 1 Corinthians 13:4-7.